കണ്ടുപിടിക്കേണ്ടത് നെഗറ്റീവ് അല്ല, മറിച്ച് പോസിറ്റീവാണ്. കുറ്റമല്ല പറയേണ്ടത്, മറിച്ച് നല്ലതാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സാബത്ത് ആചരണത്തെക്കുറിച്ചുള്ള 2 വിവാദങ്ങളും സാബത്തിന്റെ അർത്ഥവും ലക്ഷ്യവും വ്യക്തമാക്കുന്ന യേശുവിൻ്റെ മറുപടിയുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു നിയമമായിരുന്നു സാബത്ത് ആചരണം. തങ്ങളെ ദൈവജനമാക്കി മാറ്റിയ സീനായ് ഉടമ്പടിയുടെ ദൃശ്യമായ ഒരു അടയാളമായി സാബത്ത് ആചരണം കരുതപ്പെട്ടു. അബ്രാഹവുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെ അടയാളമായിരുന്നു പരിച്ഛേദനം. എന്നാൽ ഈ പരിച്ഛേദനം പരസ്യമായ ദൃശ്യമായ അടയാളമല്ലാത്തതുകൊണ്ട് ഇസ്രായേൽ ജനം തങ്ങൾ ഇസ്രായേൽക്കാരാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നത് സാബത്ത് ആചരണത്തിലൂടെയായിരുന്നു. സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, സാബത്ത് ദിവസം യേശുവും ശിഷ്യന്മാരും ഗോതമ്പ് പാടത്തിലൂടെ നടന്നു പോകുമ്പോൾ അവര് കതിരുകൾ പറിച്ചു തിന്നു എന്നാണ് അവരുടെ മേൽ ചുമത്തിയ കുറ്റം. കാരണം കതിര് പറിച്ച് കയ്യിലിട്ട് തിരുമ്മി അതിൻ്റെ ഉമ്മിയെല്ലാം കളയുക എന്ന് പറയുന്നത് കൊയ്ത്ത് ചെയ്യുന്നത് പോലെയാണ്. അതായത് കൊയ്ത്തും മെതിയും ചെയ്യുന്നത് പോലെ ഭാരമുള്ള ഒരു ജോലിയായിട്ടാണ് കണക്കാക്കിയത്. അതുകൊണ്ട് അവർ ചെയ്ത ഈ പ്രവൃത്തി വലിയൊരു തെറ്റായിട്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ കാണപ്പെട്ടത്. പക്ഷേ നമുക്കിവിടെ നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഫരിസിയർ ഇവരെ കുറ്റം ചുമത്തിയത് ഇവർ ചെയ്ത ജോലിയെയാണ്, മറിച്ച് ഇവർ അത് പറിച്ചു നിന്നത് മോഷണമായിട്ട് അവർ കരുതിയില്ല. കാരണം നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം 25-ാമത്തെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു: അയൽക്കാരന്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ കൈകൊണ്ട് കതിരുകൾ പറിച്ചെടുത്തു കൊള്ളുക, അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത് എന്ന് പറയുക. അതുകൊണ്ടാണ് ഇവരുടെ മേല് മോഷണം എന്ന കുറ്റം ആരോപിക്കാതെ ഫരിസിയര് കടന്നുപോയത്. വിശന്നിട്ടാണ് ശിഷ്യന്മാര് ഈ പച്ച ഗോതമ്പ് മണികൾ എടുത്തു തിന്നത് എന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല. മറിച്ച് വിശക്കുന്ന മനുഷ്യന് ആഹാരം നൽകുന്നതിനേക്കാൾ അപ്പുറം അവർ ജീവിതത്തിൽ കണ്ടിരുന്നത് നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. സാബത്ത് ദിവസം പാലിക്കേണ്ട നിയമങ്ങൾ എന്താണോ അത് നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ വ്യക്തിക്കും ഉണ്ട് എന്ന് അവർ വ്യക്തമായിട്ട് ഫരിസേയർ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ നിയമങ്ങൾ എപ്പോഴും മനുഷ്യരെ സഹായിക്കാനുള്ളതാണ്, ഒരിക്കലും മനുഷ്യനെ ദ്രോഹിക്കാനുള്ളതല്ല. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, നന്മ ചെയ്യാൻ സമയമുണ്ടോ എന്ന്. ഈ സുവിശേഷത്തിലെ ഈശോ കൈ ശോഷിച്ച ഒരാളെ സുഖപ്പെടുത്തുന്നുണ്ട്. അയാളെ സുഖപ്പെടുത്തുമ്പോൾ ഫരിസേയർ വന്നിട്ട് പറയുന്നുണ്ട്, ഇത് സാബത്ത് ദിവസമാണ്, സുഖപ്പെടുത്താനായിട്ട് പാടില്ല എന്ന്. നന്മ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ദിവസമോ കാലമോ ഒന്നുമില്ല. പലപ്പോഴും നല്ല സമയം ചീത്ത സമയം എന്നൊക്കെ പറയാറുണ്ട്. നല്ല മുഹൂർത്തം നോക്കി 10-നും 10:30-ക്കും ഇടയിലുള്ള പുണ്യ മുഹൂർത്തത്തിൽ കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഒരു ചോദ്യം ഇതാണ്, അതിനു മുമ്പുള്ള സമയം അതിനു ശേഷമുള്ള സമയവും തെറ്റാണോ അതോ മോശമാണോ എന്നാണ്. ഒളിച്ചോടി കല്യാണം കഴിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരുടെ ജീവിതത്തിലെ നല്ല സമയവും ചീത്ത സമയവും ഒന്നുമില്ല. കിട്ടിയ സമയത്ത് അവർ കല്യാണം കഴിക്കുന്നു. അതുകൊണ്ട് മുഹൂർത്തം നോക്കിയല്ല, മറിച്ച് ദൈവം സൃഷ്ടിച്ച എല്ലാ സമയവും അത് നല്ല സമയമാണ്. പണ്ടത്തെ മാതാപിതാക്കളൊക്കെ പറയുമായിരുന്നു, സന്ധ്യ ആയാൽ നമ്മൾ നഖം വെട്ടാനായിട്ട് പാടില്ല എന്ന്. കാരണം ആ സമയത്ത് നഖം വെട്ടുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിരുന്നത്. ഇന്നത്തെ കാലത്തുള്ളതുപോലെ നഖം വെട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല, മറിച്ച് കത്തിയോ എന്തെങ്കിലും വെച്ച് മൂർച്ചയുള്ള ഒരു ആയുധം വെച്ചിട്ടാണ് നമ്മൾ നഖം വെട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ വിളക്കിന്റെ വെട്ടത്തിരുന്ന് വെട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കൈയും കാലും ഒക്കെ മുറിയുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പണ്ടത്തെ മാതാപിതാക്കൾ പറഞ്ഞിരുന്നത് സന്ധ്യ ആയാൽ ഒരിക്കലും നഖം വെട്ടാനായിട്ട് പാടില്ല എന്ന്. അത് നല്ല സമയമായതുകൊണ്ടോ അല്ലെങ്കിൽ ചീത്ത സമയമായതുകൊണ്ടോ ഒന്നുമല്ല പറയുന്നത്, മറിച്ച് ഇതായിരുന്നു അതിൻ്റെ പുറകിലുള്ള റീസൺ. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാ സമയവും നല്ല സമയമാണ്. ഒരാൾക്കൊരു നന്മ ചെയ്യാനായിട്ട് അതിന് പ്രത്യേകമായിട്ട് ഒരു സമയമോ കാലമോ ഒന്നുമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നന്മ ചെയ്യുക.
ഏത് നിമിഷവും എവിടെയായിരുന്നാലും നന്മ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക. രണ്ടാമത്തെ ചോദ്യം, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു വ്യക്തിയെ കുറ്റം പറയാമോ? ഈ സുവിശേഷത്തില് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, തൻ്റെ ശിഷ്യന്മാര് കതിരുകൾ പറിച്ചു തിന്നു എന്ന് ഫരിസേയർ വന്ന് ഈശോയുടെ അടുത്ത് പറയുമ്പോഴും ഈശോ തൻ്റെ ശിഷ്യന്മാരെ പരസ്യമായിട്ട് അവരെ കുറ്റം പറയുന്നില്ല. കൂടെയുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു മനോഭാവമാണ് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചിട്ടുള്ളത്. കൂടെയുള്ള തൻ്റെ ശിഷ്യന്മാരെ ഈശോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരിക്കൽ പോലും കളിയാക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ ഇല്ല. മറിച്ച് ഈശോ ചെയ്തത്, തൻ്റെ ശിഷ്യന്മാര് തെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെ മാറ്റി നിർത്തിയിട്ട് പലപ്പോഴും പറഞ്ഞു കൊടുക്കുക. ഇന്നത്തെ സുവിശേഷത്തില് ഈ ഫരിസേയർ വന്ന് ഈശോയുടെ അടുത്ത് പറഞ്ഞപ്പോഴും ഒരിക്കലും ഈശോ അവരുടെ മുമ്പിൽ വെച്ചിട്ട് തൻ്റെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്നില്ല, മറിച്ച് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഈശോ സംസാരിക്കുന്നത് പോലും. ഈശോയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കൈ കഴുകാതെ നിന്റെ ശിഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോ അപ്പോഴും ഇവിടെ തൻ്റെ ശിഷ്യന്മാരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ചുരുക്കത്തില് മറ്റുള്ളവരുടെ മുമ്പില് തൻ്റെ ശിഷ്യന്മാരെ കുറ്റം പറയുന്നവരെ അല്ലെങ്കിൽ കുറ്റം പറയുവാനായിട്ട് ഈശോ ഒരിക്കൽ പോലും അനുവദിച്ചിട്ടില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15-ാമത്തെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു, നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതുകൊണ്ട് എപ്പോഴും ആര് തെറ്റു ചെയ്താലും നമ്മൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആരെയും നമ്മൾ കുറ്റം വിധിക്കാതിരിക്കുക. പൊതുവേദിയിൽ വെച്ച് ഒരു വ്യക്തിയെ നമ്മൾ കുറ്റം വിധിക്കുമ്പോൾ ആ വ്യക്തിക്ക് അപമാനവും വേദനയും ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും അതുവഴി ബന്ധങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും. തെറ്റ് തിരുത്തണ്ട എന്നല്ല, മറിച്ച് തെറ്റ് തിരുത്തണം. അത് അവൻ തനിച്ചായിരിക്കുമ്പോൾ മാത്രം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് അവനെ അധിക്ഷേപിക്കുന്നതല്ല, അല്ലെങ്കിൽ അവനെ പരിഹസിക്കുന്നതല്ല. നന്മ കണ്ടുപിടിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ടാവും. നമ്മളെപ്പോഴും പോസിറ്റീവ് പറയുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോടൊരു വ്യക്തി വന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് ആ പോസിറ്റീവ് എനർജി ആയിരിക്കും. ഒരുപാട് പേരുണ്ടാവും പിന്നെ നമ്മളോട് സംസാരിക്കാനായിട്ട്. അതുകൊണ്ട് എല്ലാ പ്രവൃത്തിയിൽ നിന്നും പോസിറ്റീവ് മാത്രം കാണുക, നന്മ കണ്ട് പഠിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.